ഹലോ ഗൈസ്, വെൽക്കം ടു മുപ്പൻസ് വ്ലോഗ്സ്. വണക്കം. അപ്പോൾ നമ്മുടെ ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി അവരുടെ ചാനലിട്ടൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയൊരു പൊരുത്തക്കേടും ഒരു മിസ് മാച്ചൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടുത്ത് പറയുന്നത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഒരാളെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവരെ പോയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക, സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യട്ടെ. ഇനി ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് അവർ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിനെക്കുറിച്ചും അവർ ഉൾപ്പെടുത്തുമെന്ന് ഇനി അവർ പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. അത് കേട്ടത് അഥവാ അത് ഞാൻ വായിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അവരുടെ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് അവർ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഒന്നൊന്നായിട്ട് അതിന് കേൾക്കാം. ഇത് ഡയറക്റ്റ് ടു ഇതാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയും കൂടെ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. വളരെ മാന്യമായ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ചോദ്യങ്ങളാണ്. നിങ്ങളതിന് മറുപടി പറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒന്നൊന്നായിട്ട് കേൾക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളും ഈ ഒരു കാര്യം വളരെ സശ്രദ്ധ വീക്ഷിക്കണം. കാരണം അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിക്കൂടാ. അതുകൊണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. കാരണം ഇവർ പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ചും അല്ലാത്ത കാര്യങ്ങൾ ആദ്യം അവരിതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം അതിനുശേഷം ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് വന്നു. അപ്പം അവരതിൻ്റെ താഴെ ഇന്ന് 16 മണിക്കൂറിന് മുമ്പ് തന്നെ ഒരു കമൻറ്റ് അവർ ചെയ്ത് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റ് ഇങ്ങനെയാണ്: ഹേ എവ്രി വൺ, ഐ ഹാവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് അബൌട്ട് മൈ ലാസ്റ്റ് കോണ്ടന്റ്. I truly appreciate the interest and support. I will be sharing an explanation video soon to clear things up. Stay tuned എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കമൻറ്റിൻ്റെ താഴത്തെ കമൻറ്റുകളും അതോടൊപ്പം തന്നെ മൊത്തം കമൻറ്റുകളും ഒത്തിരി അവർക്ക് എഗെയിൻസ്റ്റ് ആണ്. ഞാനതിനെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അവരെ മോശമാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ്. ഹെൽത്തി ആയിരിക്കണം. അതിൻ്റെ വാക്കുകളും സഭ്യത നമ്മൾ എപ്പോഴും അതിരുകൾ സൂക്ഷിക്കണം. നമുക്ക് തെറ്റുകൾ പറഞ്ഞു കൊടുക്കാം, വിമർശിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോട് വ്യക്തിപരമായ താല്പര്യമില്ല. ഞാനത് പറയുകയാണ്. സോ ഇതിനകത്ത് ഇവരത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇതിനകത്തൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് യൂസ് ചെയ്യാത്തവരും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഈ വിദ്യയോട് ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോയാണ്. ഒരു വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് ആ ഒരു ലേഡി ഇന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചാനലിലൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഇന്നലെ രാത്രി നടത്തിയൊരു അഭിപ്രായ പ്രകടനം ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആയിരിക്കുമോ ശ്രീവിദ്യ എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രീവിദ്യ ഇതൊന്ന് കാണണം. ഹായ്, രാവിലെ മുതലുള്ള വീഡിയോയ്ക്കടിയിലൊക്കെ ഭയങ്കര കമൻറ്റാണ്. ചേച്ചീന് ജയിലിൽ പോയി തിന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല, ഒരു ഒഴിവിലും പോയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളോട് അയ്യോ അതങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 26 ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻ ചെയ്തിരുന്നുണ്ട്. എല്ലാവരും എന്നെ സുൽപ്പത്തിൽ ആ വീഡിയോ പോയി കാണുക. ഒരു ചതിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഫാമിലി ബ്ലോഗറാണ്. അതിനകത്ത് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ കൂടപ്പുറപ്പുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. ഒരിക്കലും എൻ്റെ അത്രയും വലിയൊരു സെൻസിറ്റീവ് പാർട്ടാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അവരെ മുന്നിട്ടുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു തട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം നടത്താൻ ആഗ്രഹിച്ച് ഞാൻ ഒന്നും ചെയ്യുകയുമില്ല. അത് മാത്രം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു. പിന്നെ ഈ ഒരു FIR ഒക്കെ വീണ സമയം തൊട്ട് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്ന FIRകളാണ്. എന്താണ് അതിന് ഇപ്പം എനിക്ക് കൂടുതൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റും. പക്ഷേ അന്വേഷണം വന്ന ആ നാള് തൊട്ട് എന്നെല്ലാം എന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അവിടെ എപ്പോഴും ഞാൻ പോയി സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇത് ഒരു പ്രമുഖ ഒരു ഫുഡ് വ്ളോഗറും ഒരു ഫാമിലി വ്ളോഗറൊക്കെ ആയിട്ടുള്ള ലേഡിയാണ്. അവർ കഴിഞ്ഞ ദിവസം അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. UK മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ആൾക്കാരെ കൊണ്ടുപോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പണം വാങ്ങി പണം തട്ടി എന്നുള്ളൊരു കാര്യമാണ് അവർ ഇതിപ്പോൾ പറയുന്നത്. ശരിക്കും എന്താ പറയുക, അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല, അവരെ പറ്റിച്ചതാണ്. അതായത് ഈ പറയുന്ന പ്രസ്തുത കമ്പനികൾ അവരെ പറ്റിച്ചു, ആൾക്കാരെ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ അവർ വാങ്ങിച്ച് കബളിപ്പിച്ചു, ഞാൻ അതിനകത്ത് ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ശ്രീവിദ്യ മുല്ലശ്ശേരിയോട് ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ, ആ പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ മാത്രമല്ല, നോട്ട് ഓൺലി യു, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ, അതിനകത്ത് നിങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ വിഷയത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കുമോ, അതോ നിങ്ങൾ ആ കമ്പനിയെ കുറ്റം പറയുമോ? നിങ്ങൾ പറഞ്ഞ് വാങ്ങിയ പ്രോഡക്റ്റ് കാരണം ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കുമോ? അങ്ങനെ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു.
കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഈ നിയാസിനമൈഡ് എന്നുള്ള സിറം ഉപയോഗിക്കുന്നത് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. എല്ലാ പ്രായത്തിലുള്ള എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എല്ലാ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ്. ഇതൊന്നും അവിടെ ശ്രീവിദ്യ മെൻഷൻ ചെയ്ത് പോകാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. ഡോണ്ട് യൂസ് നയാസിനമൈഡ് സിറം. എനിക്ക് നിങ്ങളെ എല്ലാവരുടെയും ഫേവറേറ്റ് ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ് സിറം എന്നറിയാം. അത് എല്ലാ സ്കിൻ ടൈപ്പിന് മാച്ച് ആണെങ്കിലും ചില ആളുകൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത് വെറും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു, അതായത് 40 വയസ്സിനുള്ള മേലുള്ള ആൾക്കാർ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകും എന്നുള്ള രീതിയിലടക്കം പറയുന്നു. ഈ കുട്ടി ഇതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ആരൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുട്ടി ഇതിനകത്ത് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ സംഭവത്തിൻ്റെ അകത്തുള്ളത് നിയാസിനമൈഡാണ്. അപ്പം ആ ഒരു സാധനം, അതായത് വൈറ്റമിൻ ഡിയുടെ എന്തോ ആക്റ്റീവ് ഫോം എന്തോ ആണ്. അപ്പം ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിരിക്കെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ പബ്ലിക്കിൽ നിന്ന് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ അത് ചെന്ന് വാങ്ങുന്നു. പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. പെട്ടെന്ന് വെളുത്തിട്ട് പാറാനും വേണ്ടിയിട്ട് പണം മുടക്കാനും ഇവിടെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരിത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാം, ആരൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അതിനകത്ത് പങ്കുവച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, അത് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീമതി ശ്രീവിദ്യ മുല്ലശ്ശേരി ഏറ്റെടുക്കുമോ? കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു ചോദ്യം, ഇത് വേറൊരു യൂട്യൂബിൽ വന്നൊരു വീഡിയോ ആണ്. ആ കുട്ടി പറയുന്നത് കേൾക്കാം. നെറ്റിയൊക്കെ അങ്ങ് ചൊറിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ മനസ്സിലായി ഞാൻ ഈ സംഭവം യൂസ് ചെയ്തിട്ടാണ് ഇത്. ഡെർമാക്കോയിഡ് ആയതുകൊണ്ട് ഞാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഈ കുട്ടിയുടെ വീഡിയോക്കകത്ത് ഈ പറയുന്ന കാര്യം, ഇപ്പം നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ കേട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ കാണാതെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തത്. ഞാനത് പറയാം. ആ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ ഈ കുട്ടി ഈ ഒരു ഇതേ പ്രോഡക്റ്റ്, അഥവാ ഇവർ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റ് തന്നെ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ മുഖമൊക്കെ ചൊറിഞ്ഞ് തടിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ആ പ്രോഡക്റ്റിൻ്റെ തന്നെ പ്രശ്നമാണോ എന്നുള്ള കാര്യം അതിന് പുറമെ അവർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, പ്രോഡക്റ്റ് അത് എങ്ങനെ അത് യൂസ് ചെയ്യണമെന്നുള്ളതും അത് എത്ര അളവിൽ യൂസ് ചെയ്യണമെന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ അത് അറിയാഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചത് കൊണ്ട് സംഭവിച്ചതാണെന്ന് ആ കുട്ടി പിന്നാലെ പറയുന്നു. അതായത് പ്രോഡക്റ്റിനെ അവർ കുറ്റം പറയുന്നില്ല, പക്ഷേ എങ്കിലും അത് എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ള 1-2 തുള്ളി, ചില ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടു, അതിനകത്ത് അവർ പറയുന്നത് 1-2 തുള്ളിയാണ് ഉപയോഗിക്കാനുള്ളത്. എന്നാൽ ശ്രീവിദ്യ തന്നെ ഈ വീഡിയോക്കകത്ത് ഇവിടെ കൂടെയൊക്കെ ഒഴിക്കുന്ന തുള്ളികളുടെ എണ്ണം എത്രമാത്രമാണെന്ന് ആ വീഡിയോ ചെന്ന് കണ്ടവർക്കറിയാം. സ്വാഭാവികമായിട്ടും അവർ പ്രൊമോട്ട് ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഈ കമൻറ്റ് ബോക്സ് നോക്കാം. ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എന്താണ്, ഞാനത് യൂസ് ചെയ്തപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു, എനിക്ക് 1 ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ചൊറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു സാധനങ്ങൾ പല ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറഞ്ഞ് കേട്ട് ഉടനെ തന്നെ പോയി അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് വാങ്ങുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിക്ക് അപ്പുറം, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എന്നുവെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിലുള്ള, അത് അത്രയും അതിന് എക്സ്പീരിയൻസ് ഉള്ളതും അതിൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞതായിട്ടുള്ള ആൾക്കാരിൽ നിന്നും മാത്രം അവരുടെ അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷം മാത്രം ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങുക. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വളരെയധികം പ്രചരിക്കപ്പെടുന്ന ഒരു റീലുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഒരു റീലാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരു സാധനവും നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറത്ത് നിങ്ങൾ പുരട്ടരുതെന്നാണ്. അഥവാ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സാധനവും നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നു, സോപ്പ് ഉപയോഗിക്കുന്നു, മറ്റുള്ള പല സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല. പണ്ടത്തെ ആൾക്കാരെ ശ്രദ്ധിക്കുക, അവർ ഈ മുഖത്തിൻ്റെ വെളുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ രക്തചന്ദനം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പയറുപൊടി, കടലമാവിൻ്റെ പൊടി, അങ്ങനെ പിന്നെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി താളി, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് അതുപോലെ തന്നെ തലയിൽ തേക്കുന്നത് എണ്ണയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റിയൽ കോക്കനട്ട് ഓയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പണ്ടുള്ള ആൾക്കാർ. ഞാൻ ഇവർ നമ്മുടെ ഈ കാലഘട്ടം മാറി. വേറൊരു കാര്യം, നമുക്കിന്ന് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൻ്റെ അകത്ത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പാക്കറ്റിൽ വരുന്ന പലതരത്തിലുള്ള ഇതുപോലുള്ള ആരും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓടിച്ചെന്ന് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഭവത്തിനകത്ത് ഒരു ഡോക്ടർ തന്നെ പറയുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ റീൽ. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയാത്ത ഒരു സാധനവും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പുരട്ടരുത്. നിങ്ങൾ കെമിക്കൽസിനെ നിങ്ങളുടെ ബോഡിയിലേക്ക് പുരട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്ലഡ് സ്പെക്ട്രത്തിലേക്ക് അത് പോയി അത് സാധനം ബോഡിയിലേക്ക് മൊത്തം ഇതായി നമ്മുടെ കിഡ്നിക്കും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അതുപോലെ തന്നെ വെളുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഇതുപോലെ റാഷസ്, കറുപ്പ്, മറ്റുള്ള കാര്യങ്ങൾ, ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറിനെ കാണുക, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അല്ലാതെ ഈ പറഞ്ഞ ഇപ്പം
ഞാനിതിപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് സ്പെസിഫൈഡ് ആയിട്ട് ഒന്നുകൂടെ ചോദിക്കാം. ഒന്ന്, ഈ പറയുന്ന സാധനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? രണ്ടാമത്തെ കാര്യം, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ ഇപ്പം നിങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുമോ? അതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പൈസ തരുന്നു, ഏതെങ്കിലും കമ്പനിക്കാർ നമുക്ക് വെച്ച് നീട്ടുന്ന ഓഫർ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഒരു ബ്ലൈൻഡായിട്ടൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് നല്ലതായിരിക്കും ഒക്കെ ചെയ്യാം. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളിന് ചിലപ്പോൾ അവരുടെ സ്കിൻ ടൈപ്പിന് അത് എത്തണമെന്നില്ല, നല്ലതാവണമെന്നില്ല. അതുകൊണ്ട് വാങ്ങുന്നവർ സൂക്ഷിക്കുക, ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർ സൂക്ഷിക്കുക. അത് ഇങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കാണുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിനകത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് സൗന്ദര്യത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് സൗന്ദര്യം നിലനിർത്തുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല, അതങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തുള്ള ചതിക്കുഴികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രീവിദ്യ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും ആൾക്കാർ ഇപ്പം നിങ്ങളുടെ ടൈറ്റിൽ ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് വിമർശനം എനിക്കെതിരെയും വന്നിരുന്നു. അതായത് നിങ്ങൾ ഇതുപോലെ ചെയ്യാറുള്ളതല്ലേ, ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യാറുള്ളതല്ലേ, ഈ ക്ലിക്ക് ബൈറ്റ് എന്നുള്ള സാധനം ഇന്നും ഇന്നലെ എന്നല്ല യൂട്യൂബ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കാം, പക്ഷേ എങ്ങനെ ആ ക്ലിക്ക് ബൈറ്റിൻ്റെ അകത്തുള്ള കോണ്ടന്റ് ആയിരിക്കണമെന്നുള്ളതുണ്ട്. നിങ്ങളൊരു ക്ലിക്ക് ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യം ആ കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവം ഒരു വീഡിയോ ഞാൻ തമ്പനയിൽ പൊതുവേ തമ്പനയിൽ ഇടാറില്ല. തമ്പനയിലല്ല എൻ്റെ നിങ്ങൾ നോക്കിയാൽ ഒരു ഫോട്ടോയും അതിനകത്ത് വരുന്ന ഡിസ്കഷൻ്റെ ഒരു ചെറിയ പാർട്ടുകൾ മാത്രമാണ് കട്ട് ചെയ്യുക. അതിനെ പ്രത്യേകിച്ച് അതിൽ എഴുതി വയ്ക്കാറില്ല. രണ്ടാമത് താഴെ എടുത്തു വയ്ക്കുന്ന ടൈറ്റിലാണ്. മുൻപ് ഞാനും ഇതുപോലത്തെ ക്ലിക്ക് ബൈറ്റുകളൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ ഗ്രാജുവലി അത് ചേഞ്ച് ചെയ്ത് മാറ്റിയതാണ്. അത് പലരുടെയും ഇഷ്ടമാണ്. അതൊക്കെ വ്യക്തിപരമായ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ പാർട്ടാണ്. അതിലെത്തൊന്നും എനിക്കൊന്നും പറയാനൊന്നുമില്ല. സോ ഇത് ആ ക്ലിക്ക് ബൈറ്റ് എന്നുള്ളൊരു കാര്യം യൂട്യൂബ് അൽഗോരിതം പ്രകാരം യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം ഉപയോഗിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്ന പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഏതൊക്കെ വ്ളോഗർമാരെ സ്വന്തം വൈഫിൻ്റെ അഭിഹിത കഥകൾ അഭിഹിതം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്വന്തം വീടിനെയും കുടുംബത്തിൻ്റെയും ഇമോഷൻസിനെ വിറ്റ് തിന്നുക എന്നുള്ളൊരു പരിപാടിയോട് മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത് അക്കാര്യത്തിൻ്റെ അകത്ത്. അല്ലാതെ അവർക്ക് ക്ലിക്ക് ബൈറ്റ് വയ്ക്കുന്നതിലും കുഴപ്പമില്ല, ഞങ്ങൾ രണ്ട് സൈഡിലായിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് കുഴപ്പമില്ല. എന്നിട്ട് തുടക്കത്തിൽ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നതും അത് എന്താണ് ഞാൻ തമ്മിലിൽ ഇട്ടേക്കുന്ന കാര്യം കറക്റ്റാണ്, അത് വേറെ തെറ്റൊന്നുമില്ല, തെറ്റിദ്ധരിപ്പിച്ചല്ല ഇട്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ ഉദ്ദേശം ഇപ്പം കറക്റ്റായി കാണും. കാരണം ഇപ്പം ആ കാശ് വാങ്ങിയിട്ടുള്ള ആ ഒരു കമ്പനിക്കാർക്ക് സ്വാഭാവികമായിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ട വ്യൂസ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം ഈ റിയാക്ഷൻ വീഡിയോസ് എല്ലാം വന്ന സമയത്ത് അവരുടെ ചാനലിൽ പോയി കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. അവർ വെറും റീച്ച് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ റീച്ച് ആയിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് എക്സ്പ്ലനേഷൻ വരട്ടെ. ഇതാണ്. അപ്പം അവരുടെ ലൈഫിൻ്റെ ഒരു കാര്യത്തിനെ ആൾക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യം ചെയ്തതിനാണ് എനിക്ക് വിമർശനമുള്ളത്. അതൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, അത് ആരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തതിനാണ് ഒരു വിമർശനം ഉന്നയിച്ചത്. ആരോഗ്യപരമായിട്ടാണ്. അതിൽ ശ്രീവിദ്യയ്ക്ക് വേറെ വിഷമോ ദേഷ്യമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായി പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഈ വീഡിയോ കണ്ടിട്ട് പോലും ആരും പോയിട്ട് അവരെ മോശമായൊരു വാക്കുകളോ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ശ്രീവിദ്യയുടെ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പറഞ്ഞത് പ്രകാരം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും റിസ്ക് അതിനകത്ത് ഏറ്റെടുക്കേണ്ടി വന്ന സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്കൾ അത് ഏറ്റെടുക്കുമോ? ഈ ഒരു ചോദ്യത്തിനൂടെ മറുപടി കൃത്യമായിട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടുകൂടി, സ്നേഹത്തോടുകൂടി വീഡിയോ നിർത്തുന്നു. ഇത് കേട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നിങ്ങൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ബ്ലൈൻഡായിട്ട് ചെന്ന് വാങ്ങി പണി വാങ്ങാൻ നിൽക്കരുത്. നിങ്ങൾ അതിന് മുമ്പൊന്ന് അന്വേഷിക്കുക, ഡോക്ടേഴ്സിനെ കാണുക, അതാണ് സേഫ്. സോ നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കണ്ടു ഗൈസ്, ബൈ.